ബീച്ചിന്റെ സൈഡിൽ ഇരുന്നിട്ട് ഫുഡ് കഴിക്കാൻ അടിപൊളിയായിരിക്കും. നല്ല ചൂടായി കുറേയുടെ ഫിഷ് മാംഗോ കറി അത് പൊറോട്ടയിലേക്ക് വെച്ചിട്ട് ഒന്ന് കുതിർത്തിട്ട് കഴിച്ചിട്ട് ആലോചിച്ച് നോക്കി. കടലൊക്കെ കണ്ട് ആസ്വദിച്ച് ഫുഡ് കഴിക്കുക എന്ന് പറയുകയാണെങ്കിൽ അത് വേറെ ലെവലാണ്. എന്റെ ഫാമിലി പ്ലസ് നമ്മുടെ സെലയുടെ ഫാമിലി ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് കോഴിക്കോട് ബീച്ചിനടുത്തുള്ള പാരകളിലാണ്. ഒരു കുറച്ച് പ്രീമിയം ടൈപ്പിലുള്ള ഒരു റെസ്റ്റോറന്റ്. ബീച്ച് സൈഡ് കിട്ടാൻ വേണ്ടി കുറച്ചൊക്കെ വെയിറ്റ് ചെയ്തു. ഞങ്ങൾ ഇച്ചിരി മധുരം കഴിക്കാൻ കൊതിയായപ്പോൾ ആദ്യം ഓർഡർ ആക്കിയത് മാംഗോ സ്റ്റോമാണ്. കാണാനൊക്കെ നല്ല ലുക്ക് ഉണ്ട്, പക്ഷെ സാധനം അത്ര പോരാ. ഫസ്റ്റ് ബൈറ്റ് തന്നെ എനിക്ക് ഏകദേശം പിടുത്തം കിട്ടി. ആ ഒരു ക്വാളിറ്റി അതിൽ കാണിക്കുന്നത്. ഏതായാലും ഇതിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ കഴിക്കാം, അത്ര ഞാൻ പറയുള്ളൂ. ഇനി പരിപാടിയിലേക്ക് വരാം. ആദ്യം നമ്മുടെ ടേബിളിലോട്ട് പൊറോട്ട എത്തി, പിന്നെ ചിക്കൻ 65, ഇറച്ചിച്ചോറ്, ഫിഷ് മാംഗോ കറി, ഐക്കോറയുടെ മാംഗോ കറി കേട്ടോ. പൊറോട്ടയെ എടുത്ത് പിടിച്ചപ്പോൾ തന്നെ അതിന്റെ ക്വാളിറ്റി മനസ്സിലായി. നല്ല കുഴ എന്ന് പറഞ്ഞ സാധനം. പിന്നെ ഐക്കോറ ഫിഷ് മാംഗോ കറി, ഐക്കോറയുടെ ഒരു പീസ് എടുത്തു, അതിലോട്ട് കുറച്ച് കറിയും കൂടി ഒഴിച്ചിട്ട് ഒരു മാംഗോ പീസും കൂടി ഇട്ട് കഴിഞ്ഞാൽ സംഗതി എടുക്കട്ടെ, ഒന്നങ്ങോട്ട് കുതിർക്കട്ടെ. ഐക്കോറയുടെ ഒരു പീസ് എടുത്തിട്ട് പൊറോട്ടയിൽ മുക്കിയിട്ട് അടിക്കൻ്റെ മോനെ. ഇവരുടെ ചിക്കൻ 65 ഒരു സാധാരണ ടൈപ്പല്ല, ഇച്ചിരി വെറൈറ്റി ആയിട്ടുള്ള സാധനം. ചിക്കനൊക്കെ നല്ല സോഫ്റ്റ് ആണ്. കുതിർന്ന് കിടക്കുന്ന പൊറോട്ടയിൽ അടിച്ച ജിൽ ജിൽ ജിൽ. സത്യം പറയാലോ ഫിഷ് മാംഗോ കറി ഒരു രക്ഷയില്ല, ചട്ടി വരെ വടിച്ചു എന്ന് പറയാം. ലാസ്റ്റ് ആയിട്ട് നമ്മുടെ ഇറച്ചിച്ചോറ് ബീഫാണ്. നമ്മുടെ സെലക്ക് ഇവരുടെ ബിരിയാണി കഴിക്കാൻ ആഗ്രഹം, പക്ഷെ കിട്ടാത്ത കാരണം ഞങ്ങൾ ഇറച്ചിച്ചോറ് ഓർഡർ ആക്കി. സംഭവം ഞങ്ങൾ ഞെട്ടിച്ച് കളഞ്ഞു, ഒരു രക്ഷയില്ലാത്ത കിട്ടിക്കാച്ച് കിറുമണി ജിഞ്ചിനാക്കടി പൊളപ്പൻ നല്ല ജബറനായിട്ടാണ്. ഒരു മസ്റ്റ് ട്രൈ ആയിട്ടാണ് ഇവരുടെ ഇറച്ചിച്ചോറ്. ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ ബീച്ച് സൈഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ അവരോട് പ്രത്യേകം പറയണം, അല്ലെങ്കിൽ കിട്ടൂല. ഫുഡൊക്കെ കിഡിലോസ്കിയാണ്. അപ്പൊ സ്പോട്ട് മറക്കണ്ട, ബീച്ചിനടുത്തുള്ള പാരഗൺ റെസ്റ്റോറന്റ്.